കോഴിക്കോട് ജില്ലയിൽ പൂനൂർ പുഴയുടെ തീരപ്രദേശമായ അതിസുന്ദരമായ മൊഗായിക്കലിലേക്കാണ് ഇന്നെന്റെ യാത്ര. കൊയിലാണ്ടി താമരശ്ശേരി എടവണ്ണ സംസ്ഥാന പാതയിൽ പൂനൂരിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. സഞ്ചരിക്കുന്നതിനിടയിൽ പ്രധാന ആയുർവേദ മരുന്ന് നിർമ്മാതാക്കളായ ദേശീയ ആയുർവേദിക് ഫാർമസിയുടെ ഫാക്ടറി ഞാൻ കണ്ടു. ആയിഷ ഹുസൈൻ ഡയാലിസിസ് സെന്ററും ഇങ്ങോട്ടുള്ള പാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുറഞ്ഞ ദൂരം പൂനൂരങ്ങാടിയിൽ നിന്ന് സഞ്ചരിച്ച് ഞാൻ ഈ പ്രദേശത്തേക്കെത്തി. അതീവ സുന്ദരമായ പ്രദേശം തന്നെ. റോഡിൽ നിന്ന് ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ പൂനൂർ പുഴ ഒഴുകുന്നത് ഇവിടെ നിന്ന് കാണാം. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ പുഴയുടെ സമീപത്തേക്ക് ഇറങ്ങി. ഒരു കുഞ്ഞു ഡാം പോലെ ബണ്ട് കെട്ടി ഇവിടെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിലേക്ക് ജലം വിതരണം ചെയ്യുന്നത് ഈ പുഴയിൽ നിന്നുമാണ്. അതിനുവേണ്ടിയാണ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. മുന്നോട്ടെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ആകർഷണവും. മിനുസമാർന്ന പാറകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന ക്ലിയറായിട്ടുള്ള വെള്ളമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. വെള്ളം നന്നായി പരന്നൊഴുകുന്നതിനാൽ മുട്ടിനു താഴെ മാത്രം ആഴമേ ഇവിടെ ഉള്ളൂ. ആഴം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു വാട്ടർ തീം പാർക്കിൽ എന്ന പോലെ ഇവിടെ ആസ്വദിക്കാം. പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി പാർക്കെട്ടുകളുണ്ട്. ഈ പാർക്കെട്ടുകൾ ചെന്നിരിക്കാൻ വളരെ രസമായിരിക്കും. സൂര്യന്റെ വെളിച്ചം കൂടി ഇങ്ങോട്ടെത്തുമ്പോൾ വെളിച്ചം വെള്ളത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിന്റെ ഭംഗി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. പുഴയുടെ അരികിലുള്ള വൃക്ഷങ്ങളും മറ്റു സസ്യങ്ങളും പുഴയുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നുണ്ട്. ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. പുഴ 2 ഭാഗങ്ങളായി ഇവിടെ ഒഴുകുന്നു. ഇവിടെ തന്നെ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അല്പം ആഴമുള്ള സ്ഥലമുണ്ട്. ആളുകൾ കുളിക്കാൻ വേണ്ടി ആ സ്ഥലം ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ ഈ വഴിയിലൂടെ നടന്നു. അല്പം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഈ കാണുന്ന ഭാഗം മുറിച്ചു കടന്നു വേണം പുഴയുടെ മറുഭാഗത്തേക്ക് എത്താൻ. ഇവിടെയും ഭംഗിയാർന്ന പ്രദേശം തന്നെ. ഒരുപാട് പാറക്കെട്ടുകളും അതിനിടയിലൂടെ വെള്ളവും ഒഴുകുന്നു. ഞാൻ ഈ ഭാഗം മുറിച്ചു കടന്നു. ഇവിടെ നിറയെ പാറകൾ നിറഞ്ഞിട്ടുണ്ട്. ഒരു കാട്ടിനുള്ളിലൂടെ നടക്കുന്ന പ്രതീതിയായിരുന്നു മറുഭാഗത്തേക്ക് നടക്കുന്ന സമയത്ത്. ധാരാളം മരങ്ങളും ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു. മറ്റു സസ്യങ്ങളും ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതും മനോഹരമായ കാഴ്ച തന്നെ. ഒരുപാട് വെള്ളം, ഒരു വെള്ളച്ചാട്ടം എന്ന കണക്കെ ഇവിടെ ഒഴുകുന്നുണ്ട്. മുൻപിലായി കാണുന്ന ആ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് ആളുകൾ കുളിക്കാനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. മരങ്ങളും വളരെ ഭംഗി നിറഞ്ഞതാണ്. ഈ മരങ്ങളാണ് വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി ഇവിടെ കുളിക്കാൻ വരുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത്. കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ മറുഭാഗത്തേക്ക് തിരിച്ചു നടന്നു. പാറകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് നല്ല ഭംഗിയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മടങ്ങുകയാണ്. വന്ന വഴിയെ തന്നെ. മടങ്ങുന്ന വഴിക്ക് പുഴയുടെ എതിർവശത്തേക്കും ഞാൻ നോക്കി. അവിടെയും മനോഹരമായ കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്.
പച്ചപ്പ് നിറഞ്ഞ് പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും വളരെ ഭംഗിയുള്ളതായിരുന്നു. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെയുണ്ടെന്ന് എനിക്ക് തോന്നി. കല്ലുകളും പാറക്കെട്ടും നിറഞ്ഞ വഴിയെ ഞാൻ തിരിച്ചു നടന്നു. വന്ന സമയത്ത് കണ്ട ജലസേചനത്തിനായി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ മെല്ലെ നടന്നു. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബണ്ടും അതിനുവേണ്ട സംവിധാനങ്ങളും. ഇവിടെ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കുളിക്കാൻ ഈ ഭാഗവും ഉപയോഗപ്പെടുത്തും. ഞാൻ തിരികെ റോഡിലേക്ക് കയറി. ഞാൻ വന്ന റോഡിൻ്റെ ബാക്കി ഭാഗമായ ഈ റോഡ് മുന്നോട്ട് സഞ്ചരിച്ചാൽ കക്കയം റോഡിലേക്ക് എത്താം. അവിടെ നിന്നും കക്കയം, തോണിക്കടവ്, കരിയാത്തുംപാറ, വയലട തുടങ്ങിയ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്നവർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടെയാണ് പൂനൂർ മൊഗായിക്കൽ. കാഴ്ചകൾ കണ്ട് ഞാൻ തിരികെ പോന്നു.